നേപ്പാളിലേക്ക് തീർത്ഥയാത്ര പോയ പൊന്നാനി തൃക്കാവ് സ്വദേശികളായ 4 അംഗ കുടുംബത്തെ കാണാനില്ല. ഓസ്ട്രേലിയൻ പൗരത്വമുള്ള ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷദ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. നേപ്പാളിൽ മിന്നൽ പ്രളയം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുൻപാണ് ഇവർ അവസാനമായി നാട്ടിലെ ബന്ധുക്കളെ ഫോണിൽ വിളിച്ചത്. ഈ മാസം 21-നാണ് കുടുംബം ഓസ്ട്രേലിയയിൽ നിന്ന് കാഠ്മണ്ഡു വിമാനത്താവളത്തിലെത്തിയത്. കുടുംബം സുരക്ഷിതരാണെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പൊന്നാനി MLA KP നൌഷാദ് അലി പറഞ്ഞു. അവരുടെ ഹോട്ടൽ സേഫാണ് എന്നുള്ളതാണ് കിട്ടിയ വാർത്ത. പക്ഷേ അവർ ഈ പ്രളയത്തിൻ്റെ ഒരു മുൻകൂർ ഒരു നിഗമനം അലർട്ട് അവർക്ക് കിട്ടിയതുകൊണ്ട് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് തന്നെ അവർ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തുടർന്ന് അവർ ഒരു സുരക്ഷിത സ്ഥാനത്തേക്കായിരിക്കും മാറിയിട്ടുണ്ടാവുക എന്നുള്ളൊരു ധാരണയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവരെക്കുറിച്ചുള്ള വിവരങ്ങളില്ല. അപ്പോൾ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കാഠ്മണ്ഡുവിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് അവർ പിന്നെ ഈ ടിബറ്റൻ അതിർത്തിയിലേക്ക് പോയിട്ടുണ്ട്. തുടർന്ന് അവർ എങ്ങോട്ട് മാറി ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തതയില്ലാത്തത്. പക്ഷേ ഒരുപക്ഷെ അവർ ഹോട്ടലിൽ തങ്ങിയിരുന്നെങ്കിൽ പോലും ഹോട്ടൽ സുരക്ഷിതമാണ്, അത് തകർന്നിട്ടില്ല. അപ്പോൾ അവർ മാറിയത് സ്വാഭാവികമായിട്ടും ടിബറ്റൻ അതിർത്തിയിൽ നിന്ന് കാഠ്മണ്ഡു ഡയറക്ഷനിലേക്ക് ഒരു ദ്രുതഗതിയിൽ നീങ്ങാനാണ് സാധ്യത. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, തീർത്ഥയാത്ര പോയ കുടുംബമാണ്. സുരക്ഷിതരായി അവരെ ഒന്ന് തിരികെ എത്തിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളൊക്കെ എന്താണ്? റോഷ്നി, പ്രതീക്ഷയോടെ തന്നെയാണ് കുടുംബവും ആ നാടുമാകെ നിൽക്കുന്നത്. അതായത് പൊന്നാനി സ്വദേശികളാണ്, പക്ഷേ ഓസ്ട്രേലിയൻ പൗരത്വമുള്ളവരാണ്. കൈലാസ യാത്രയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ 21-ാം തീയതിയാണ് കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ അവരെത്തുന്നത്. അതിൻ്റെ യാത്രയുടെ ഭാഗമായി ഉൾപ്പെടെ ആ പ്രദേശത്ത് ഹോട്ടൽ താമസ സൗകര്യമെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ മിന്നൽ പ്രളയം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുമ്പ് ബന്ധുക്കളുമായി അവർ സംസാരിച്ചതാണ്. MLA ബന്ധുക്കളുമായി സംസാരിച്ച് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷം പ്രതികരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മിന്നൽ പ്രളയത്തിൻ്റെ മുൻപ് അവർക്കൊരു അലേർട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രളയം ഉണ്ടാകുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് അവർ ആ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സുരക്ഷിതമായ ഒരിടത്തേക്കായിരിക്കാം അവർ മാറിയത് എന്നുള്ള പ്രതീക്ഷയിലാണ് എപ്പോഴും കുടുംബവും നാടും എല്ലാവരും തന്നെ ഉള്ളത്. കാരണം കൃത്യമായിട്ടുള്ള വിവരം അവർക്ക് ലഭിക്കുന്നുണ്ട്, ഇത്തരത്തിൽ അപകട സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് പോയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. MLA പറഞ്ഞ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ ഈ അവിടുത്തെ നെറ്റ്വർക്ക് എല്ലാം തകരാറിലായ സ്ഥിതിക്ക് അവർക്ക് പുറം ലോകവുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുമായി കോൺടാക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. സുരക്ഷിതമായ ഒരിടത്ത് അവരുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രധാനമായിട്ട് ആ കുടുംബവും എല്ലാം തന്നെ ഉള്ളത്. 4 അംഗ സംഘമാണ്, 4 അംഗ കുടുംബമാണ്. ശ്രീധരനും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ, 2 മക്കൾ എന്നിവരാണ് കൈലാസ യാത്രയുടെ ഭാഗമായി നേപ്പാളിലേക്ക് എത്തുന്നത്. കുടുംബവുമായി ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഈ മിന്നൽ പ്രളയം ഉണ്ടാകുന്നതിന് 3.5 മണിക്കൂർ മുമ്പ് കുടുംബവുമായി സംസാരിച്ച് അതിനുശേഷം പലതവണ ബന്ധുക്കൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതാണ് ചെറിയ രീതിയിലെങ്കിലും ആശങ്കയുണ്ടാക്കുന്നത്. എന്തായാലും ആശ്വാസമുള്ള വാർത്തകൾ വരട്ടെ എന്നുള്ളത് തന്നെയാണ് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാനുള്ളത്. സുരക്ഷിതമായിട്ടുള്ള ഒരിടത്തായിരിക്കാം അവരുള്ളത് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ബന്ധുക്കൾ ഉള്ളത്. ശരി, സോണലാണ് വിവരങ്ങൾ നൽകിയത്.